ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസണിൻ്റെ ഒരു അപ്ഡേഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലൈവിനകത്ത് അപ്പാനി ശരത് എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് അനുവിൻ്റെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. അനുവിന് ടാസ്ക് കൊടുത്തേക്കാണ് ബിഗ് ബോസ്, പണിഷ്മെൻറ്റ് ടാസ്ക്കാണ് മിണ്ടാതിരിക്കുക എന്നുള്ളത്. അനുമോൾക്ക് മാത്രമല്ല നിവിനും അത് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ അനുവിനെ മാക്സിമം പ്രവോക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമം അപ്പാനി ശരത് നടത്തുന്നുണ്ട്. പക്ഷേ ഇതാളുടെ കയ്യിൽ നിന്ന് പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറിറ്റേഷൻ്റെ അങ്ങേയറ്റം. നമുക്കതൊരു പ്രവോക്കിംഗ് ഗെയിമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നമുക്കത് ഏറ്റവും ബാഡ് ഗെയിമായിട്ട് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ഇവിടെ ആ സ്പോട്ടിൽ സ്കോർ ചെയ്തത് നമ്മുടെ അനീഷാണ്. അനീഷ് വന്ന് പറയുന്നുണ്ട്, മിണ്ടാൻ പറ്റാത്ത ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നത് എന്തിനാന്ന് ചോദിച്ച് അതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സംസാരത്തിനിടയിനകത്ത് അനീഷ് രാവിലെ അനീഷിൻ്റെ ലൈവ് സ്റ്റോറി പറഞ്ഞപ്പോൾ അനീഷ് കൊപ്ര കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കളിയാക്കിക്കൊണ്ട് അപ്പാനി ശരത്ത് പോടാ കൊപ്ര കച്ചവടക്കാരാന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല അപ്പാനി ശരത്ത് എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് ചെയ്തത്. ഇന്നലെ അനുമോള് കഥ പറഞ്ഞപ്പോൾ അതിൽ അച്ഛൻ കരിപ്പെട്ടി വിൽക്കുന്ന ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് കള്ളത്തരം ചെയ്ത്, അതായത് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് കരിപ്പെട്ടി വിൽക്കുന്നു എന്ന് പറഞ്ഞ് ടേബിളിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പാനി ശരത് എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കണ്ടിട്ടില്ല. ഈ ആൾക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നോ ഒരു പിടിയില്ല. എനിക്ക് തോന്നുന്നു മാസ് ഡയലോഗ് പറഞ്ഞ് BGO ഒക്കെ ഇട്ട് പുറത്ത് ഭയങ്കര ആഘോഷമാക്കാൻ പറ്റുന്ന ഡയലോഗുകൾ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കിവിടെ നിൽക്കാൻ പറ്റും, ഫാൻസ് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടായിരിക്കണം പുള്ളിക്കാരൻ ഇത്രയും ഡയലോഗ് കിടക്കുക. എനിക്ക് ഈ കണ്ടസ്റ്റൻറ്റ് ശരിക്കും ഒരു വേസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു ഗ്രൂപ്പിനെ താങ്ങി നടക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് മാത്രമാണ്. അതായത് അക്ബർ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പാനി ശരത് എന്നൊരു കണ്ടസ്റ്റൻ്റ് അവിടെ ഒന്നും അല്ലാണ്ടായി പോവും. അമ്മാതിരിയാണ് ഒട്ടും ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പില്ലാത്തൊരു കണ്ടസ്റ്റൻറ്റ്. ഇപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൾ ഒരു ഗെയിം കളിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനങ്ങ് ന്യായീകരിച്ച് പിന്നെ മെഴുകും. നമ്മൾ ലൈവൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാനി ശരത്ത് ഇങ്ങനെ ഒരാളുടെ അടുത്ത് വിട്ടത് പറഞ്ഞ് അതിനങ്ങ് വെളുപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ശരിക്കും ഒട്ടും എന്താ പറയുക, ഫിറ്റല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു പേരാണ് അപ്പാനി ശരത്ത്. അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ അപ്പാനി ശരത്ത് ഓൾറെഡി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആരും എവിടെയും പറയാത്തൊരു കാര്യമാണ്, അനുമോൾക്കെതിരെ കുറച്ച് നാൾ മുൻപ്, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ അനുമോളുടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യണതിന് മുൻപ് തന്നെ വലിയൊരു തെറ്റായിട്ടുള്ള വർത്തമാനം അപ്പാനി ശരത്തും അക്ബറും എല്ലാവരും കൂടി ഒന്ന് പറയുന്നുണ്ട്. പുറത്ത് അവളെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിനകത്ത് ഇത്രയും മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന അപ്പാനി ശരത് എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ് ശരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനായിട്ട് അർഹനാണോ? അനു ഒരു സൈഡിൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം അനു ഭയങ്കര നെഗറ്റീവിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അനുവിനെ പോസിറ്റീവ് ആക്കുന്ന ഒരാൾ എനിക്ക് തോന്നുന്നത് അപ്പാനി ശരത്താണ്. ഗെയിം അറിയാതെ ഗെയിം കളിക്കുന്ന ഒരാൾ. എന്തായാലും എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും വിയോജിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും വീണ്ടും കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ.